കണ്ണൂർ സർവകലാശാല യൂണിയൻ SFIക്ക് 5 ജനറൽ സീറ്റുകളിലും ജയം. നന്ദജ് ബാബുവാണ് പുതിയ യൂണിയൻ ചെയർപേഴ്സൺ. കാസർഗോഡ്, വയനാട് ജില്ലാ പ്രതിനിധി സ്ഥാനം UDSF SFIയിൽ നിന്ന് പിടിച്ചെടുത്തു. പ്രതിസന്ധികളും പേമാരികളും തീമടയായി പെയ്തിട്ട് മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ എല്ലാ അംഗങ്ങൾക്കെതിരായിട്ടും ഒരതിപോലും പുറകോട്ട് പോകാതെ എല്ലാ ദിനക്കോട്ടകളെയും പ്രതിരോധിക്കുക. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI തുടർച്ചയായി 26-ാം വർഷവും ഉജ്ജ്വല വിജയം കരസ്ഥമാക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുനിൽ. ഇപ്പോൾ കണ്ണൂർ സർവകലാശാല യൂണിയൻ SFI നിലനിർത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. കണ്ണൂർ സർവകലാശാല യൂണിയൻ ഭരണം SFI വീണ്ടും നിലനിർത്തിയിരിക്കുന്നു. തുടർച്ചയായി 26-ാമത്തെ വർഷമാണ് SFI കണ്ണൂർ സർവകലാശാല യൂണിയന്റെ ഭരണം നിലനിർത്തുന്നത്. ചെയർപേഴ്സണായി നന്ദജ് ബാബു SFIയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് കവിത കൃഷ്ണൻ SFI, ഒപ്പം വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അൽന വിനോദ് SFI, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അധ്യക്ഷ K, ഒപ്പം കണ്ണൂർ റെപ്പ് സ്ഥാനത്തേക്ക് റെപ്പ് സ്ഥാനം, ഒപ്പം ദിൽജിത്ത് M വൈസ് ചെയർപേഴ്സൺ സ്ഥാനം. അങ്ങനെ ഇത്രയും സ്ഥാനങ്ങളാണ്. കണ്ണൂര് ശ്രീരാഗ് PK ആണ് കണ്ണൂർ റെപ്പ്. ഇത്തരം 5 സ്ഥാനങ്ങളാണ് ഇപ്പോൾ SFI നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ 2 സ്ഥാനങ്ങൾ ഇത്തവണ SFIക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. UDSF സഖ്യം 2 സ്ഥാനങ്ങൾ, ഒന്ന് കണ്ണൂരിന്റെയും വയനാടിന്റെയും കാസർഗോഡിന്റെയും റെപ്രസെന്റേറ്റീവ് സ്ഥാനങ്ങൾ ഇത്തവണ SFIയിൽ നിന്ന് UDSF സഖ്യം പിടിച്ചെടുത്തു. വയനാടിൽ മുഹമ്മദ് നിഹാൽ, ഒപ്പം കാസർഗോഡ് ഫിദ MGP എന്നിവർ ജയിച്ചു. കാസർഗോഡ് ഫിദ 1 വോട്ടിനാണ് ജയിക്കുന്നത്. വയനാട് ടോസ് ആയിരുന്നു. ടോസില് UDSFിലെ മുഹമ്മദ് നിഹാലിന് വിജയിക്കുകയായിരുന്നു. എന്തായാലും നമുക്കറിയാം, രാവിലെ 10 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. വോട്ടെടുപ്പ് പ്രക്രിയ ആരംഭിച്ചപ്പോൾ അവസാനിക്കുന്നത് വരെ വലിയ സംഘർഷത്തിനാണ് കണ്ണൂർ സർവകലാശാല ആസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. വോട്ടെടുപ്പ് നടക്കുന്ന ഹാളിന് മുന്നിലും പുറത്തുമൊക്കെയായി വലിയ സംഘർഷമായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു, നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. പല തരത്തിലുള്ള ആരോപണങ്ങൾ രാവിലെ മുതൽ തന്നെ ഉയർന്നു വന്നു. UGC തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം UDSF ഉന്നയിച്ചു. പക്ഷെ പിന്നീട് അത് തെറ്റാണെന്ന് തെളിഞ്ഞു. പിന്നീട് ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ഈ SFIയുടെ ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചിരിക്കുന്ന അധ്യക്ഷ K ഒരു കുട്ടിയുടെ UGCയുടെ ബാലറ്റ് പേപ്പറും ID കാർഡും തട്ടിപ്പറിച്ച് ഓടുന്ന സംഭവം ഉണ്ടായി. പിന്നീട് അവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് SFI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ വലിയ നാടകീയ സംഭവ വികാസങ്ങളാണ് നടന്നത്. വലിയ സംഘർഷങ്ങളാണ് നടന്നത്. ആ സംഘർഷങ്ങൾക്കെല്ലാം ഒടുവിൽ നേതാക്കൾ തന്നെ നേരിട്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ എത്തുന്നു. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ചേലേരി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ അവരുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് ഒടുവിൽ സംഘർഷം ഒരു പരിധി വരെയെങ്കിലും ലഘൂകരിച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചത്. ഇപ്പോ വിജയിച്ച കാൻഡിഡേറ്റ്സിനുമായി ഇപ്പോൾ 2 വിദ്യാർത്ഥി സംഘടനകളും ഇപ്പോൾ പുറത്ത് പ്രകടനം നടത്തുകയാണ്. പുറത്തുനിന്ന് പാർട്ടി നേതാക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വലിയ പോലീസ് സംഘം ഇപ്പോ ഇവരെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, കണ്ണൂർ സർവകലാശാല യൂണിയൻ SFI നിലനിർത്തിയിരിക്കുന്നു. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.